ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ 3 ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ സർക്കാർ നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ ഇത് അഭ്യൂഹം മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. എന്നാൽ ഇളവിന് നീക്കം നടന്നതായി സമ്മതിച്ച് നിയമസഭയിൽ സർക്കാർ മുട്ടുമടക്കി. സർക്കാരിന് അസുഖകരമല്ലാത്ത മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിലെത്തിയില്ല. 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡപ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഉപക്ഷേപമായി ശിക്ഷ ഇളവ് വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നതറിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഭയിൽ വിഷയം വരും മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. എന്നാൽ 3 അല്ല 4 പ്രതികൾക്കാണ് ശിക്ഷ ഇളവിന് സർക്കാർ നീക്കം നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഉപക്ഷേപത്തിൽ ഉന്നയിച്ചു. TK രജീഷ്, മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നീ 3 പ്രതികളില്ലാത്തുള്ളതായിട്ടാണ്. സാർ ഇപ്പം നോക്കിയപ്പോൾ എന്താ 7ാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കോളവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണ് പറയാ, അഭ്യൂഹമാണ് നിങ്ങൾ പറയാ. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകില്ലെന്ന ഉറപ്പ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. മന്ത്രിയുടെ മറുപടിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ഒരുങ്ങിയതോടെ ഭരണപക്ഷ ബഹളമായി. തുടർന്ന് പ്രതിപക്ഷവും നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സ്പീക്കർ മൈക്ക് അനുവദിച്ചു. ഇതോടെ ശിക്ഷ ഇളവിനുള്ള സർക്കാർ നീക്കം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവള്ളൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? സാർ, അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.